നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചെറിയ ചെറിയ ചില സന്തോഷങ്ങളിൽ നിന്ന് തുടങ്ങാം. ചിന്ന ചിന്ന ആശയ് എന്ന പേരിൽ അടുത്തിടെ ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ ഒരു പദ്ധതി ഏറെ ശ്രദ്ധ നേടി. ശിശുദിനത്തോടനുബന്ധിച്ച് 18 വയസ്സുവരെയുള്ള 1084 കുട്ടികൾക്ക് പൊതുജന സഹകരണത്തോടെ സമ്മാനങ്ങൾ നൽകുന്നതായിരുന്നു പരിപാടി. ആദ്യപടിയായി സർക്കാർ അംഗീകാരമുള്ള ഇടുക്കി ജില്ലയിലെ 43 ചൈൽഡ് ഹോമുകളിലുള്ള കുട്ടികളിൽ നിന്ന് അവരുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് അവ സാധിച്ചു കൊടുക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അഭ്യർത്ഥിച്ചു. സമ്മാനം നൽകാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി സന്നദ്ധത അറിയിക്കാനും അവസരം നൽകി. സമ്മാനങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിനും വിവിധ രീതികൾ ആവിഷ്കരിച്ചു. എന്തായാലും പരിപാടിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നാട്ടുകാർ നൽകിയത്. വസ്ത്രങ്ങൾ, വാച്ചുകൾ, സ്കൂൾ ബാഗുകൾ, കുട, ഷൂസ്, സ്പോർട്സ് ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിങ്ങനെ 27 ഇനങ്ങളിലായുള്ള കുട്ടികളുടെ ആഗ്രഹങ്ങൾ ജനങ്ങൾ സാധിച്ചു നൽകി. പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ട് വൻ വിജയമായ ചിന്ന ചിന്ന ആശയ് പദ്ധതി ഇനിയും തുടരുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കി. വയോജനങ്ങൾക്കുള്ള സഹായങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും കളക്ടർ അറിയിച്ചു. കുഞ്ഞുങ്ങളുടെ മനസ്സുകൾ സന്തോഷിക്കുമ്പോൾ തീർച്ചയായും അത് ജീവിതത്തിൽ കൂടുതൽ നിറവും അർത്ഥവും നൽകുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലെ വയലേലകളിൽ ഇനി ഡ്രോൺ ഇരമ്പും. സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ കുടുംബശ്രീയുടെ ഡ്രോൺ പൈലറ്റുമാർ ഒരുങ്ങുകയാണ്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നമോ ഡ്രോൺ ദീദി യോജന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 49 കുടുംബശ്രീ കർഷക വനിതകൾക്ക് ഡ്രോൺ പറത്തുന്നതിൽ പരിശീലനവും ലൈസൻസും നൽകി. ഡ്രോണിന്റെ പ്രവർത്തന രീതി, അറ്റകുറ്റപ്പണികൾ, കേടുപാടുകൾ പരിഹരിക്കൽ എന്നിവ സംബന്ധിച്ച് ശില്പശാലകളും നടത്തി. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് നല്ല വാർത്തയോട്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ദേശീയ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നമോ ഡ്രോൺ ദീദി പദ്ധതി പ്രകാരം കേരളത്തിന് 49 അഗ്രികൾച്ചർ ഡ്രോണുകൾ ലഭിക്കുകയുണ്ടായി. സാധാരണക്കാരായ കുടുംബശ്രീ വനിതാ കർഷകർക്ക് മികച്ച തൊഴിലും വരുമാന വർധനവും ലഭ്യമാക്കുന്ന സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രവും കുടുംബശ്രീയുമായി ചേർന്ന് ഈ 49 വനിതാ കർഷകർക്ക് ഡ്രോണിൽ വിദഗ്ധ പരിശീലനം നൽകുകയുണ്ടായി. രണ്ടാം ഘട്ട പരിശീലനം എന്ന നിലയ്ക്ക് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് ലൈഫ് സയൻസുമായി ചേർന്ന് റിപ്പയർ ആൻഡ് മാനേജ്മെന്റിൽ രണ്ടാം ഘട്ട പരിശീലനം നൽകുകയുണ്ടായി. കുടുംബശ്രീ ഡ്രോൺ ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നതിനായിട്ട് ജില്ലാതല പരിശീലന പദ്ധതികൾ നടന്നുവരുന്നു. കാർഷിക രംഗത്ത് മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയും തൊഴിലവസരങ്ങളും വരുമാനവും കൈവരിക്കാൻ സാധിക്കുന്നതോടുകൂടെ കൂടുതൽ വനിതാ കർഷകർ ഈ രംഗത്തേക്ക് കടന്നു വരികയും നാടിന്റെ കാർഷിക നേട്ടത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. വിത്ത് വിതയ്ക്കാനും വളം തളിക്കാനും വിളകളുടെ വളർച്ച നിരീക്ഷിക്കാനും ഡ്രോണുകൾ ഉപയോഗിക്കാനാകും. സമയലാഭത്തിനും ശാരീരിക അധ്വാനം കുറയ്ക്കുവാനും ഡ്രോൺ സാങ്കേതിക വിദ്യ സഹായിക്കും. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും വനിതകൾക്ക് ഉയർന്ന വരുമാനം ലഭ്യമാക്കുന്നതിനും പരിപാടി സഹായിക്കുമെന്നാണ് കുടുംബശ്രീ പ്രതീക്ഷിക്കുന്നത്. കുരുവികൾ. ഇത്തിരി പൊന്ന ഈ പക്ഷികളുടെ കലപില ശബ്ദമുഖരിതമായിരുന്നു നമ്മുടെ പട്ടണങ്ങളും കവലകളുമൊക്കെ പണ്ട്. അങ്ങാടികളിൽ ധാന്യങ്ങൾ കൊത്തിത്തിന്നും തന്ത്രത്തിൽ പറന്നുമാറിയും മരപ്പൊത്തുകളിലും കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്കടിയിലും കൂടുകൂട്ടിയുമൊക്കെ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഇവ. എന്നാൽ ഇന്ന് നഗരങ്ങളിൽ നടക്കുന്ന കോൺക്രീറ്റ് വൽക്കരണവും പാക്കിംഗ് രീതിയിലെ മാറ്റങ്ങളുമൊക്കെ കുരുവികൾക്ക് വമ്പിച്ച വിനയായി. സമീപ ദശകങ്ങളിൽ ഇവയുടെ എണ്ണം വളരെയേറെ കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കുരുവിയുടെ സംരക്ഷണത്തിനായി കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് ചെന്നൈയിൽ, കൂട്ടുകൾ ട്രസ്റ്റ്. കുരുവികളെ സംരക്ഷിക്കാനുള്ള പരിശ്രമങ്ങളിൽ സ്കൂൾ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുകയാണ് ഇവർ. നമ്മുടെ ജീവിതത്തിലും പരിസ്ഥിതിയിലും ഈ കുഞ്ഞൻ പക്ഷികൾക്കുള്ള പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ഇവർ വിശദീകരിക്കുന്നു. കുരുവികൾക്കായി ലളിതമായ തടിക്കൂടുകൾ ഉണ്ടാക്കാനുള്ള പരിശീലനം നൽകുന്നു. കുട്ടികൾ നിർമ്മിക്കുന്ന കൂടുകൾ മരങ്ങളിലും കെട്ടിടങ്ങളുടെ പുറം ഭിത്തിയിലുമൊക്കെ സ്ഥാപിക്കുന്നു. വലിയ താല്പര്യത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇത്തരം സംരംഭങ്ങളിൽ പങ്കാളികളാകുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടെ 10,000-ഓളം കുരുവിക്കൂടുകളാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് സ്ഥാപിച്ചത്. കൂട്ടുകൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നവംബർ പതിപ്പിൽ പരാമർശിച്ചിരുന്നു. സഹജീവികളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മാനവരാശിക്ക് അർത്ഥതലങ്ങൾ പൂർണ്ണമാകുന്നത്. 8 വയസ്സ്. ഈ ചെറുപ്രായത്തിനുള്ളിൽ 100 കണക്കിന് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു 3-ാം ക്ലാസ്സുകാരി. ഈ മിടുക്കിയുടെ വിശേഷങ്ങൾ കേൾക്കാം നല്ല വാർത്തയിൽ ഇനി.
കോഴിക്കോട് വേങ്ങേരി സ്വദേശിനി ദേവിക ദീപക് ആണ് ഈ കൊച്ചു പരിസ്ഥിതി സ്നേഹി. റോഡരികിലും സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെയായി വൃക്ഷത്തൈകൾ ദേവിക നട്ടുപിടിപ്പിച്ചു. ഒഴിവു ദിവസങ്ങളിൽ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമാണ് തൈകൾ നടാനും പരിപാലിക്കാനും ദേവിക പോകുന്നത്. പരിസ്ഥിതിയുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ പ്രാധാന്യം ചെറുപ്രായത്തിൽ തന്നെ ദേവിക നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി 466 വൃക്ഷത്തൈകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 282 വൃക്ഷത്തൈകൾ ഞാൻ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത് പ്രൊഫസർ ടി ശോഭീന്ദ്ര മാസ്റ്ററാണ്. കൂടാതെ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ ഹരിതഭവനം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എൻ്റെ വീട് ഒരു ഹരിതഭവനമാണ്. എൻ്റെ വീട്ടിലെ അജൈവ മാലിന്യങ്ങളെല്ലാം വെവ്വേറെ തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാറുണ്ട്. ജൈവ മാലിന്യങ്ങൾ ഞാൻ വളമാക്കി മാറ്റാറുണ്ട്. എൻ്റെ വീട്ടിലെ കരിയില കമ്പോസ്റ്റും ഞാൻ വളമാക്കി മാറ്റാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാറില്ല. അച്ചടിച്ച് തരുന്ന തുണിസഞ്ചികളാണ് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ പെയ്യുന്ന മഴവെള്ളമെല്ലാം ഞാൻ ഒരിക്കലും പുറത്തേക്ക് ഒഴുക്കി വിടാറില്ല. എൻ്റെ വീട്ടിൽ തന്നെ സംഭരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ കിണറിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഒട്ടേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ദേവികയെ തേടിയെത്തി. 1000 മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ദേവികയുടെ ലക്ഷ്യം. 1000 കടന്നാലും പിന്നെയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്നും കഴിയാവുന്നിടത്തോളം തണലിടങ്ങൾ വെന്തുരുകുന്ന ഭൂമിക്ക് സമ്മാനിക്കുമെന്നും കൂടി ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് ഈ മിടുക്കിക്കുട്ടി. കഴിഞ്ഞ മാസം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസിൽ മികച്ച പൊതുഗതാഗത സംവിധാനത്തിലുള്ള നഗരമായി ഒഡീഷയിലെ ഭുവനേശ്വറിനെ തിരഞ്ഞെടുത്തിരുന്നു. ഒഡീഷ സർക്കാരിന്റെ കീഴിൽ 2018 സ്ഥാപിതമായ ക്യാപിറ്റൽ റീജിയൻ അർബൻ ട്രാൻസ്പോർട്ട് അഥവാ CRUTക്ക് കീഴിലാണ് ഭുവനേശ്വറിലെ നഗര പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇതിന് ലഭിക്കുന്ന 6ാമത്തെ പ്രധാന പുരസ്കാരമാണിത്. ഈ നേട്ടങ്ങളിലേക്ക് നഗരത്തെ നയിച്ച പ്രത്യേകതകൾ കേൾക്കാം ഇനി നല്ല വാർത്തയിൽ. 600 കിലോമീറ്ററോളം ദൂരം കവർ ചെയ്യുന്ന 60ലേറെ റൂട്ടുകളിൽ ഓടുന്ന 350ലധികം ബസ്സുകൾ, ഇവയെ മോ ബസ് എന്നാണ് വിളിക്കുന്നത്. അവയിൽ വലിയൊരു പങ്കും മലിനീകരണം കുറഞ്ഞ ഇലക്ട്രിക് ബസ്സുകൾ. സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി ഇവയിൽ പകുതിയോളം ബസ്സുകളിൽ വനിതാ കണ്ടക്ടർമാർ. ബസ് കാത്തു നിൽക്കാൻ മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഷെൽട്ടറുകൾ. ചില ബസ്സുകളിൽ സൗജന്യമായി ഒഡിയ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ദിനപത്രങ്ങൾ. ഇങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് CRUT ബസ് സർവീസിന്. ബസ്സുകൾ മാത്രമല്ല, ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ വലിയൊരു ശൃംഖലയും CRUT ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം, പ്രായം, ലിംഗം, ശാരീരിക അവശതകൾ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ച് അവലോകനം നടത്താനുള്ള സംവിധാനവും ബസ്സുകളിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും തിരക്കിന്റെ സമയവും ശൈലിയും ഒക്കെ മനസ്സിലാക്കാനും അതിനനുസൃതമായി റൂട്ടുകൾ ക്രമീകരിക്കാനും ഇത് സഹായിക്കുന്നു. നമ്മുടെ നഗരങ്ങളിലെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും ഗതാഗത കുരുക്കുമൊക്കെ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിൽ പൊതുഗതാഗത മേഖലയിലെ ഇത്തരം ഫലപ്രദമായ ഇടപെടലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം അവതരണം മയൂഷ AM. തയ്യാറാക്കിയത് അരവിന്ദ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.